അപ്പോൾ ഇന്നത്തെ മാംഗല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ധനുഷും അവന്തികയും നമ്മുടെ സ്നേഹമെല്ലാം നേർക്ക് നേർ ഉള്ള ഒരു പോരാട്ടം തന്നെയാണ്. ധനുഷ് ആണെങ്കിൽ അവന്തിക കയറി വന്ന് ചോദിക്കുക, താനിപ്പോൾ എന്തിനാണോ ഇങ്ങോട്ട് കയറി വന്നത്? അവന്തിക അത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അവന്തിക കയറി വരുമ്പം കണ്ട കാഴ്ച ചെറുതൊന്നും അല്ലല്ലോ. ധനുഷും നമ്മുടെ സ്നേഹം തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. അവന്തിക്കറിയാം അവന്തിക ഒരു നിമിഷം അവിടെ വരാൻ താമസിച്ചെങ്കിലും ധനുഷ് അടുത്ത ഘട്ടത്തിലേക്ക് എന്തൊക്കെ ചെയ്ത് കൂട്ടുമായിരുന്നു അവന്തിക്ക് നല്ല പോലെ ബോധ്യമുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്നേഹ അവന്തികയുടെ മുന്നിൽ കൂടെ തന്നെ ഒരു കൂസലും ഇല്ലാതെ താൻ ചെയ്ത് തെറ്റാണെന്നോ അതിന് ഇനി എന്ത് പ്രത്യാഘാതം വരുമെന്നോ അല്ലെങ്കിൽ അച്ചുവേട്ടത്തി പറഞ്ഞ പോലെ എനിക്കൊരു കവളത്തൊരു അടി കിട്ടുമെന്നുള്ള ഒരു ഭയത്തിന് പോലും അവിടെ നടുങ്ങി നിൽക്കാതെ അവന്തികയല്ലേ എനിക്ക് എന്തും സംസാരിച്ച് ഒപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന് ധനുഷ് കൂടെ ഉള്ളതിൻ്റെ ധൈര്യത്തിൽ സ്നേഹ ഒരു ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിട്ടായാലും അവന്തികയുടെ അടുത്തൂടെ തന്നെ എന്താണ് അന്തസ്സടങ്ങ് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. അപ്പം ഇത് തന്നെ എന്താണ് ഇന്നത്തെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോഴത്തേക്ക് എന്താണ് ധനുഷ് അവന്തിക്ക് മാത്രമായി ഇപ്പോൾ റൂമിനകത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ സ്നേഹം അങ്ങ് പോയി കഴിഞ്ഞു. ഉടനെ ആ റൂം ചാരി കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് തിയേറ്റർ റൂമല്ലേ, പുറത്തൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ട്. ധൈര്യത്തിനകത്ത് അവന്തികയുടെ നിന്നാണ് ധനുഷിക്കുക, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഉടനെ ധനുഷിൻ്റെ ഞാനിപ്പം കയറി വന്നതായി പോയോ കുറ്റം എന്ന് പറഞ്ഞാൽ ധനുഷിനെ ഒരു ഭയങ്കര രൂക്ഷമായിട്ട് അവന്തി നോക്കുമ്പോൾ നീ എന്നെ അങ്ങനെ ഒന്നും നോക്കണ്ട. ഉടനെ അവന്തി പറയുക, ഞാൻ അവിടെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് എൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന് അവിടെ എല്ലാവരും ആദരം നോക്കി കിടക്കുന്ന സമയത്ത് ഉടനെ പറയുമോ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വന്നതാണോ ഇപ്പം കുറ്റം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ വന്നത് കുറ്റമെന്നല്ല പറയുന്നത്, നിന്റെ ഈ പിറകെയുള്ള സമയത്തിൻ്റെ വരവ് ശരിയല്ലായിരുന്നു. അപ്പം ഞാൻ ഈ കണ്ടു തിന്നതൊക്കെ എന്താണ് ധനുഷ് എന്ന് പറയുമ്പോൾ നീ എന്ത് കണ്ടെന്നാ? അപ്പം നീ എന്ത് വിചാരിച്ച്? ഞാനപ്പം വന്ന സമയം ശരിയായെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഈ കണ്ട കാഴ്ചയുണ്ട്. നീ വന്ന സമയം ശരി, നീ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടായിരുന്നു അവന്തിക, അതേ നിനക്ക് കൊള്ളത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവന്തിക പറയുവാണ്, ഞാൻ കണ്ടു നിന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കുമോ ഇവിടെ ഒന്ന് ഭയന്നിട്ടാണ് അവിടെ നിങ്ങളെ രണ്ടുപേരെയും കാണാതായപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിച്ചാടി വന്നത്. നിന്റെ മുറി പോയിട്ട് ഞാൻ വാതിൽ മുട്ടിയപ്പോൾ അവിടെ ധനുഷ് വിളിച്ചിട്ട് അവിടെ തുറക്കാൻ ആരും ഇല്ലാത്തപ്പം ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഇവിടുത്തെ ടി വിയുടെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അകത്ത് കയറിയെന്ന് പറയുമ്പോൾ നീ എന്ത് വിചാരിച്ചു ഞാൻ ആ പെണ്ണും കൂടെ വല്ല എന്താന്ന് പറയുമ്പോഴത്തേക്കും ധനുഷ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നീ അവന്തിക്ക് നീ കൂടുതലൊന്നും പറയാൻ നിൽക്കില്ല. കാരണം എനിക്ക് നിൻ്റെ സ്വഭാവം എന്താണെന്നറിയാം. നീ നിൻ്റെ ഈ CID പണി നിർത്തണം. ഞാൻ നീ ഉദ്ദേശിച്ച കാര്യത്തിന് തന്നെയാണ് നിന്നത്. ഞാൻ അവളെ എന്താണ് അങ്ങനെ തന്നെ പാട്ടിലാക്കാൻ വേണ്ടി തന്നെയാണ് നിന്നത്. ഉടനെ എന്താ നീ എന്തോ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതെ അവന്തിക്ക് നീ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവരെയും ഒറ്റയടിക്ക് അങ്ങ് കൊന്നു കളയാനൊന്നും പറ്റത്തില്ല. ഇഞ്ചിഞ്ചായി കൊല്ലണം. ഞാൻ ഇവിടെ നിൽക്കുന്ന എന്തിനാണ്? ചുമ്മാ ഇവിടെ സ്നേഹം പ്രേമിച്ച് നടക്കാനാണോ? അല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടും നിന്നെ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നഷ്ടപ്പെട്ട കുഞ്ഞിനോടുള്ള ഒരു കാര്യത്തിൽ ഈ കുടുംബം ചെയ്ത ഒരു പ്രതികാരം വീട്ടാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിനക്ക് അറിഞ്ഞൂടെ? അതിനെങ്ങനെയാണ് സ്നേഹ കാരണമാവുന്നത്? സ്നേഹ എന്ന് പറയുന്ന ഈ കുടുംബത്തിൻ്റെ എല്ലാവരെയും പൊന്നാര അനിയത്തിയാണ്. ആ പൊന്നാര അനിയത്തിയുടെ ജീവിതത്തിനകത്ത് ഇവർക്ക് ആർക്കും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വിധത്തിനകത്തുള്ളൊരു പണി അത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ തന്നെ ആ പണി ആലോചിച്ച് തിരുത്താനും പറ്റാതെ കഴിച്ചിട്ട് മധുരിക്കാനും പറ്റുന്നില്ല, തുപ്പാനും പറ്റാത്ത രീതിക്കകത്ത് അവൾ ആ പണിയും കൊണ്ട് ശിഷ്ടകാലം അവൾ തന്നെ കരഞ്ഞ് ഉരുകി തീർന്നോളൂ. അത് കണ്ട് ഇവിടെ ഉള്ളവർ ഓരോരുത്തരും ഇഞ്ചിഞ്ചായി സ്വന്തം പൊന്നാരനിയത്തിയുടെ ജീവിതം നശിച്ചത് ഈ നെല്ലിശ്ശേരി കുടുംബം കണ്ട് അവരെ അങ്ങനെ കണ്ണീരിറ്റ് എന്താണ് നശിച്ച് കാണുന്നതല്ലേ? അങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുന്ന കാണാനല്ലേ രസം? നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയവരുടെ മുന്നിൽ നമ്മൾ വേറെ എന്താണ് കാണിക്കേണ്ടത്? അതിന് തന്നെയാണ് ആ സമയത്താണ് നീ കയറി ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പം പിന്നെ അവന്തിക്ക് പറയാൻ ഒന്നുമില്ല. കാരണം എന്താണ് പ്രതികാരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്തികയുടെ കണ്ണ് എന്താണ് അതോടെ ഫ്ലാറ്റാക്കി കഴിഞ്ഞു. പക്ഷേ അത് പറഞ്ഞിട്ട് ധനുഷ് ഒളിക്കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ ഇവർക്ക് വിശ്വാസമായോ എന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അവന്തിക അതിനകത്ത് വീണ് കഴിഞ്ഞു. എന്താ പറയുക, ഞാനിവിടെ വേറൊരു കാര്യത്തിന് വന്നില്ല, നിന്നെ സഹായിക്കുക. നിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ലക്ഷ്യമാണ്. നിൻ്റെ ലക്ഷ്യത്തിന് അതായത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ല, സ്നേഹയുടെ പ്രേമമല്ല. സ്നേഹയെ ഞാൻ ഈ പ്രേമത്തിൻ്റെ വലയെ വീഴ്ത്തി അവളെ നശിപ്പിച്ച് ഈ കുടുംബത്തിനെ കൊണ്ട് അവളെ മുഖാന്തരം കണ്ണീര് കുടിപ്പിക്കുക എന്നതാണ്. അവൾക്ക് ഒരു കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ എന്താണ് തിരുത്താൻ പറ്റാത്ത തെറ്റാകുമ്പോഴത്തേക്ക് അത് ആലോചിച്ച് അവൾ സ്വന്തമായിട്ട് വെണ്ണീറായി ഉരുകുന്ന കാണാൻ തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതിന് നീ എൻ്റെ പിറകെ ഈ CID പണി കൊണ്ട് വരുന്നത് മാത്രം നിർത്തണം എന്ന് പറയുമ്പോഴത്തേക്കും അവധിക്ക് ധനുഷിനോട് പറയാൻ ഒന്നുമില്ലാതെ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ്. വിശ്വാസമായല്ലോ എന്ന മട്ടിനകത്ത് ധനുഷ് എന്താണ് നീ അല്ലാതെ എൻ്റെ പിറകെ ഇങ്ങനെ വരല്ലേ അവന്തിക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ ധനുഷ് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവന്തിക്ക് അത് ആലോചിച്ച് ഇവിടെ തണ്ടടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇത് പറഞ്ഞൊക്കെ സത്യമാണോ അതോ കള്ളമാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ കാണിക്കുന്ന അച്ചുവും എല്ലാവരും എന്താണ് നമ്മുടെ ആതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് കമലെടുത്തി മാഷും അതുപോലെ അനൂപ് എല്ലാവരും കൂടെ വരുന്നത്. എന്തോ മോളെ നിന്നൊക്കെ വിശ്വസിച്ചല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചത്? അവൾ ആ വീട്ടിൽ വന്നിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ ശ്രദ്ധിക്കുമെന്നല്ല എന്ന് എൻ്റെ വിശ്വാസം. ഇന്നലെ ഒരു കാര്യം നടന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണോ അറിയുന്നത്? അതിനെന്തിനാ മോളെ ഇങ്ങനെ ചെയ്തത് എന്നാണ് ചോദിക്കുമ്പോൾ അറിയത്തില്ല ഏട്ടാ, അവൾ എന്തിനാ ചെയ്തതെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അപ്പോഴത്തേക്കാണ് അവിടുത്തെ സിസ്റ്റർ എന്ന് പറയുന്നത് ബോധം വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും പോയി കാണാൻ പറയുമ്പോഴത്തേക്ക് ഒരു ഫാമിലി മൊത്തത്തിൽ കയറുവാണ്. കയറി കാണുമ്പോഴത്തേക്കും മോളെ നീ എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്ന് അവർ ചോദിച്ചു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സന്ദീപും അനഘയാണ് കാണിക്കുന്നത്. നെല്ലിശ്ശേരി വീടാണ് കാണിക്കുന്നത്. അപ്പം നെല്ലിശ്ശേരി വീടിനകത്ത് സന്ദീപ് അനഘയും കൂടെ എന്താണ് സംസാരിക്കുവാണ്.
ആ അനക്ക് പറയുന്നുണ്ട് സന്ദീപ് ഇപ്പം ആതിരയ്ക്ക് എങ്ങനെയുണ്ട്, ഞാനും കൂടെ നിന്റെ കൂടെ വരട്ടെ ഒന്ന് കാണാൻ. വേണ്ടടോ, അത് ശരിയാവത്തില്ല. അതെന്താ ശരിയാവാത്തത് എന്ന് പറയുമ്പോഴത്തേക്കും സന്ദീപ് പറയുന്നുണ്ട്, സന്ദീപിനായിട്ട് ദേഷ്യമാണോ? അല്ലടോ, നമ്മൾ രണ്ടുപേരും കാരണം ആയതുകൊണ്ടാണ് ഇപ്പോൾ ആതിര ആ അവസ്ഥയിൽ കിടക്കുന്നത്. നമ്മൾ രണ്ടുപേരും കാരണം, നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യുന്ന അത് എടോ, ഞാൻ തന്നെ സഹായിച്ചതോ അതിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതോ ഒന്നിൻ്റെയും രഹസ്യത്തിൻ്റെ ഒരു കാര്യം നമ്മുടെ ആതിരയ്ക്ക് അറിയത്തില്ല. ആതിര അതൊക്കെ കണ്ട് എന്തൊക്കെയൊക്കെ തെറ്റിദ്ധാരണകൾ ആതിരയുടെ മനസ്സിലുണ്ട്. ആ തെറ്റിദ്ധാരണ മൂലം എനിക്കും തനിക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് കരുതിയിട്ടാണ് അവൾ ഈ നരമ്പ് മുറിച്ച് ഇങ്ങനെ ചെയ്യേണ്ട വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഞെട്ടിക്കോ. സന്ദീപിന് എൻ്റെ അടുത്ത് നിന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പെരുമാറ്റം തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരു രീതിയിലും എന്താണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ആതിരയെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്, അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ ഏത് പെണ്ണും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പിന്നെ അതിന് മുന്നേ ചെയ്ത് കൂട്ടിയതും ചെറുതൊന്നും അല്ലല്ലോ. ഞാൻ ഇന്ന് ചെയ്ത എല്ലാ പാവങ്ങൾക്കും ചേർന്ന് ഇന്ന് അനുഭവിക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ സങ്കടകരമായ കാര്യങ്ങളൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അവളോടൊന്ന് വന്ന് സംസാരിക്കാം, അപ്പോഴത്തേക്കും അവർക്ക് തെറ്റിദ്ധാരണ മനസ്സിലാവും. ഇന്ന് നമ്മൾ ആതിരയ്ക്ക് ഈ കാര്യം സംഭവിച്ചത് നമ്മളെല്ലാവരും കണ്ടു, അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റി. ഇനി ഒരിക്കൽ ആതിര ഇതേ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ വല്ലതും ചെയ്താൽ നമുക്ക് ആതിരെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? അതല്ല അനക്കെ, എനിക്ക് എൻ്റെ ആതിരയും എൻ്റെ കുടുംബമാണ് എല്ലാത്തിനേക്കാളും വലുത്. തന്നെ സഹായിച്ചെന്നുള്ളതൊക്കെ സത്യമാണ്. തന്നെ സഹായിക്കുന്നതിന് അപ്പുറത്തോട്ടേക്ക് സന്ദീപിന് ഒരു കുടുംബമുണ്ട്. സന്ദീപിൻ്റെ കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്ത് കാര്യം. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ആതിരയും ഇനി ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്നൊരു കുട്ടിയാണ്. അവൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് മുന്നേ പോലെ അവളെ ഒരു രീതിയിലും വിഷമിപ്പിക്കാൻ പാടില്ലെന്നേ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവളിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ തയ്യാറായി എടുക്കുന്ന സമയത്ത് പോലും അവളുടെ ആരോഗ്യം പോലും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവളെ കളയേണ്ട വരുന്ന അവസ്ഥയിലേക്ക് അവളെ തള്ളിയിട്ടതിനെ കാരണം ഞാനും കൂടെ ആവുന്നുണ്ട്. തന്നെ സഹായിച്ചതിൻ്റെ പേരിലോ എന്ത് പേരിലോ ആവട്ടെ, അത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്നത് സന്ദീപ്, കുടുംബജീവിതമാണ് വലുതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ആതിരയുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റണമെങ്കിൽ ഞാൻ ആതിരയോട് സംസാരിക്കാം. അവൾക്ക് മനസ്സിലാവുന്ന കാര്യം മനസ്സിലാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സന്ദീപ് അങ്ങ് അംഗീകരിക്കണം. പിന്നെ കാണിക്കുന്ന ഇവിടെ എന്താണ്, ആതിരടുത്ത് എല്ലാവരും വഴക്ക് പറയും. നീ എന്തിനാ മോളെ ഇങ്ങനെ കാണിക്കാൻ പോയത്? അമ്മയ്ക്ക് അറിയാമല്ലോ അവൾക്ക് ഒന്ന് പറയുന്നത് നാല് പറയുന്നത് ദേഷ്യത്തെ സ്വഭാവം. കാരണം ആതിരെ തിരിച്ചെന്താണ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുമോ. പിന്നെ സന്ദീപ് പറയുന്നുണ്ട്, അതുമല്ലാതെ വേറൊരു കാര്യം ഒന്ന് സംഭവിച്ചു. നിന്നെ രക്ഷിക്കാൻ വരുന്നതിൻ്റെ സമയത്തിനകത്ത് ആതിരെ ഞങ്ങൾ എല്ലാവരും തടഞ്ഞു നിർത്തി. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും പുറത്തേക്ക് വിടാൻ വേണ്ടി, അതുപോലെ ചേച്ചിക്കും ചേട്ടനും കൂടെ പുറത്ത് വരാൻ വേണ്ടി ഏടത്തേമ്മ പുറത്ത് പോട്ടെ എന്ന് വെച്ചിട്ട് ഞാനാണ് ആതിരെ തടഞ്ഞു നിർത്തിയത്. അപ്പോൾ ആതിരയുടെ വായിൽ നിന്ന് വീണു. എന്നാൽ ഞാൻ എൻ്റെ കൊച്ചുമായിട്ടങ്ങ് മാറി തന്ന നീയും അവളോട് സുഖകരമായിട്ടങ്ങ് ജീവിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആതിരെ ഒന്നും അടിക്കേണ്ട വന്നു. ഞാൻ എന്തിനാ എൻ്റെ കൈ കൊണ്ട് അവളെ അടിച്ചു പോയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അന്ന് സംഭവിച്ചു പോയി. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് അവൾ ആ ഒരു കാര്യം ചെയ്തു പോയത്. എന്നെ കാരണമാണ്. എനിക്കിത് ഈ കുറ്റം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് തിരുത്താൻ പറ്റൂ, എനിക്കിത് സഹിക്കാൻ കഴിയത്തില്ല. അതോടെ സന്ദീപ് ഇല്ലാതായി കഴിഞ്ഞു എന്നൊക്കെ സന്ദീപ് അനക്കയോട് പറയുന്നുണ്ട്. ഇവിടെ എന്താണ് നമ്മുടെ ആതിര എന്താണ് ഉഷാറയിച്ചിരൊക്കെ എണീറ്റിരിക്കണം. ആതിരയ്ക്ക് എന്നിട്ട് ദേഷ്യം തന്നില്ല. ഉടനെ നമ്മുടെ മീര പറയും, നീ നിന്നെ ഭർത്താവ് തമ്മിൽ പിണങ്ങി ഞങ്ങളുടെ തന്നെ നീ ദേഷ്യം കാണിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം തുറന്ന് പറയണം. എന്നാലും മോളെ ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇവിടെ 6 ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യമുള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ വഴക്കടിക്കുക വരണം. അങ്ങനെ വഴക്കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആത്മഹത്യയാണെങ്കിൽ ഞാനൊക്കെ എന്നേ ചെയ്യണമായിരുന്നു എന്ന് എന്നിട്ട് അനൂപിനെ നോക്കുമ്പോൾ അനൂപ് തിരിച്ചെന്താണ് മീരെ ഒന്ന് നോക്കുവാണ്. മീര ആ ഗ്യാപ്പിനകത്ത് കയറി എന്താണ് ഒരു ഗോള് അടിച്ച്. അപ്പോഴത്തേക്ക് എന്താണ് ആതിരയ്ക്ക് സങ്കടം വന്നുകൊണ്ട് ദേഷ്യം വന്നുകൊണ്ട് ആരോടും ഒന്നും പറയാൻ വയ്യ. അപ്പോൾ അമ്മയച്ഛൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും അനുപേട്ടൻ്റെ അടുത്ത് നമ്മുടെ അച്ചു പറയാണ്, അനുപേട്ട ഒരു കാര്യം ചെയ്യാവോ, അച്ഛനെ അമ്മയും വിളിച്ചിട്ട് അനുപേട്ട ഒന്ന് പുറത്തിറങ്ങിയെന്നേ, എനിക്ക് ഇവളോടും സംസാരിക്കണം. അപ്പം മീരടുത്തേയും എന്താണ് നമ്മുടെ അച്ചു മാത്രമുണ്ട്. നിന്റെ കുഴപ്പം എന്താണ് ആതിരെ, നീ എന്തിനാ എല്ലാവരോടും കിടന്ന് ദേഷ്യപ്പെടുന്നത്? നിനക്ക് എന്തോ പ്രശ്നം? നിനക്കപ്പം സംശയമാണോ? ഞാൻ സന്ദീപിൻ്റെ അടുത്ത് എല്ലാം സംസാരിച്ചു, സന്ദീപിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞു. ഇടത്ത് ഇവളുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവളുടെ പ്രശ്നം സംശയരോഗമാണ്. ഇവളുടെ പ്രശ്നം സംശയരോഗത്തിനോ സംശയരോഗം ഉണ്ടെന്ന് നോക്കുക. ആ എല്ലാവരോടും പറ, എല്ലാവരും അറിയണ്ടേ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്താണെന്ന് എല്ലാവരും അറിയട്ടെ. എന്തോ അറിഞ്ഞിട്ടാണ് അതിനെ നീ പറയുന്നത്? ഞാനേ ഒരു ഭാര്യയെ കാണാൻ പാടില്ലാത്ത പല കാര്യം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് പറയുമ്പോഴത്തേക്കും അച്ചുവും എന്താണ് മീരെടുത്ത് നെട്ടിയിരിക്കും. ഇനി ഞങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം സന്ദീപിൻ്റെ ഭാഗത്തു നിന്ന് ആതിരെ നേരിടേണ്ട വന്നോ? കാരണം അവരിങ്ങനത്തെ ഒരു കാര്യത്തെ കൊണ്ട് കേട്ടറിവില്ല. അപ്പോഴാണ് പറയുന്നത് അനഘയെ കെട്ടിപ്പിടിച്ച് നിന്നതും കണ്ടതൊക്കെ പറയുമ്പോഴത്തേക്കും ഇതാണോ കാര്യം, ഇതിൻ്റെ പിറകിലൊക്കെ എന്താണെന്നൊക്കെ അവർ പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നേരെ അനഘയെ സന്ദീപ് വരുമോ. അനഘയെ കണ്ടു അവളോട് ഇറങ്ങിപ്പോകാൻ പറ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും അവളിപ്പോൾ എവിടെയും പോകുന്നില്ല. ഉടനെ എന്താണ് ആതിരയുടെ കൈ പിടിച്ച് അനഘ എന്താണ് സത്യം ചെയ്ത് പറയുവാണ്, ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ചെയ്ത കാര്യങ്ങൾക്കും ഇപ്പം ഞാൻ അറിയാതെ ചെയ്ത ഒരു കാര്യത്തിന് പോലും ഞാൻ നിന്നോട് ക്ഷമ പറയണം ആതിരെ. നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല. പണ്ടത്തെ എൻ്റെ സ്വഭാവം ആണെങ്കിൽ ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും വരത്തില്ല. എന്നിട്ട് ഞാൻ ഇപ്പം നിന്നെ വന്നത് ഞാൻ പഴയ അനഘയല്ല. പഴയ അനഘ ഇനി ഒരിക്കലും ഇല്ല. ഞാനൊരു പ്രശ്നത്തിനകത്തായിരുന്നു. അങ്ങനെ എന്താണ് എൻ്റെ ചേച്ചി എൻ്റെ സമ്മതമില്ലാതെ എന്താണ് ഒരു വിവാഹം നടത്താൻ വേണ്ടി അജയ് ഘോഷോട് വിവാഹം നടത്താൻ വേണ്ടി, അജയ് ഘോഷൻ എന്തായാലും ആതിരയ്ക്ക് അറിയാലോ, അവനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാൻ
വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനകത്ത് എനിക്ക് ആരോടും ഈ കാര്യം പറയാതെ കുറച്ച് പേര് മാത്രം ഞാൻ രഹസ്യമായി വെച്ച് നിങ്ങളുടെ സഹായം തേടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആതിരയോട് ഇതൊന്നും സന്ദീപ് തുറന്ന് പറയാഞ്ഞത്. വേണമെങ്കിൽ അച്ചുവേട്ടത്തിയോട് ചോദിച്ചു നോക്ക്, ചേച്ചിക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. അങ്ങനെ എല്ലാവരും കൂടെ മീരേട്ടത്തിക്ക് പോലും അറിയാം. എല്ലാവരും കൂടെ ചേർന്നാണ് എന്നെ സഹായിച്ച കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അല്ലാതെ ഞാൻ സന്ദീപുമായിട്ട് ഒരു തെറ്റായ ബന്ധവും ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സന്ദീപ് പറയും, ആതിരെ നീ വിശ്വസിച്ചാലും നിന്നെ ഇനി എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. നീ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും. എനിക്കും അനഘയും തമ്മിൽ ഒരു തെറ്റായ ബന്ധമില്ല. അനഘയല്ല മറ്റാരും എൻ്റെ ജീവിതത്തിലില്ല. നീ അല്ലാതെ ആതിര അല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞിട്ട് നോക്കി സങ്കടപ്പെടുകയാണ്. അപ്പോൾ ആതിരയോട് ഒത്തിരി ഉപദേശം നമ്മുടെ അനഘ പറയുന്നുണ്ട്. അതായത് ഒരു ഭർത്താവിൻ്റെ അടുത്ത് നീ വെറും ഒരു ടിപ്പിക്കൽ സ്ത്രീ ആവല്ലേ. അതായത് കല്യാണത്തിന് ശേഷം സ്നേഹം കുറഞ്ഞു പോകുന്നൊരു ഭാര്യയായി മാറല്ലേ ആതിരെ. കാരണം സന്ദീപ് നിന്നെ വിവാഹം കഴിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിടിച്ചു കയറ്റാൻ അവൻ്റെ അച്ഛനെ പോലും എതിർത്ത് നിന്നല്ലേ നിന്നെ കല്യാണം കഴിച്ചത്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ആ സമയത്തെല്ലാം നിങ്ങളെ ദ്രോഹിച്ചവളാണ് ഞാൻ. പക്ഷേ എന്നാലും ഇപ്പം ആ ഒരു മനസ്സൊന്നും അനഘയില്ല. അനഘയുടെ ജീവിതം കൊണ്ട് തന്നെ കുറേ കാര്യം പഠിച്ചു. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെടുത്ത് നമുക്ക് അവരെ സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും സഹിക്കാൻ പറ്റും. പക്ഷേ അവരെ നമ്മൾ സംശയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. സ്നേഹത്തിന് ഏറ്റവും വലുത് വിശ്വാസമാണ്. അത് നഷ്ടപ്പെട്ടു പോലെ അതിരെ. നിനക്ക് സന്ദീപിനെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആര് വിശ്വസിക്കാൻ പറ്റും? അവൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് നീ ഒന്ന് ആലോചിച്ചാൽ മതി. നിന്നെ അവൻ്റെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ ചെയ്ത പാടുകളും എല്ലാം ഒന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആതിരയ്ക്ക് സങ്കടം വരും. ആതിര നേരെ സന്ദീപിനെ നോക്കും, സന്ദീപ് ആതിരെ നോക്കുന്നു. രണ്ടുപേരും തമ്മിൽ കരയുന്നു. അങ്ങനെ എല്ലാവരും വിതുമ്പി നിൽക്കുന്ന ഒരു അവസരമാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അനഘ പറയുന്നത്, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞിട്ട് അനഘ പോകാൻ നിൽക്കുമ്പോൾ അനഘയുടെ കൈ കയറി നമ്മുടെ ആതിരെ പിടിച്ചിട്ട് അനഘ പറഞ്ഞൊക്കെ വിശ്വസിച്ചു. അനഘ തന്നിൽ ഒരാളായി അംഗീകരിക്കാൻ തയ്യാറായ രീതിയിൽ കൈയെ പിടിച്ചെന്ന് ആശ്വസിപ്പിച്ച് നിൽക്കുന്ന നിമിഷമാണ് കാണിച്ചാണ് ഇന്ന് സീരിയൽ എൻ്റെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സീരിയലിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുമോ? എല്ലാം ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്